ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി വേവിക്കുന്നതിനായിട്ട് ഒരു കല അടുപ്പിലേക്ക് വെച്ച് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു 3-4 ഗ്രാമ്പൂ, 2 ഏലക്ക, 4 കഷ്ണം പട്ട, ഒരു ബേ ലീവ്സ് ഇതെല്ലാം കൂടെ ഇട്ട് തിളപ്പിക്കുക. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും, 1 ടീസ്പൂൺ ഓയില്, 1 ടീസ്പൂൺ ഉപ്പ്. ഇത് 2 ഗ്ലാസ് അരി അരമണിക്കൂർ കുതിർത്ത് നല്ലപോലെ ഊറ്റി വെച്ചതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരി ഒരു 90% വെന്താൽ മതി. അതുവരെ നല്ലപോലെ തിളച്ച് വേവാനായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് 4 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിൽ കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. സവാള ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അടുത്ത സ്റ്റെപ്പ് സവാളയും കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് മുറിച്ചെടുക്കാം. അരി 3/4 ഭാഗം വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ 2ആയി വരുന്ന ആ ഒരു പരുവത്തിന് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 90% വെന്ത് കിട്ടിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കുറ്റി പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത് ഒരുവിധം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. സ്റ്റൗ എത്തിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കളർ ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. കാഷ്യൂനട്ടൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഒരുപാട് കരിയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ കോരി എടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ട് 1 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർക്കാം. ഈ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ അരച്ചെടുത്ത സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ തൈര്. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി നല്ലപോലെ അരച്ചെടുത്തത് അതും കൂടെ ചേർക്കാം. ഇത്രയും മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ എങ്ങനെയാണെങ്കിലും വെക്കാം. ഈ ആദ്യം വറുത്ത് കോരിയ സവാള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമതെടുത്ത സവാളയാണ് അരച്ചെടുത്തത്. ചിക്കൻ ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് നേരത്തെ സവാള വറുത്തെടുത്ത അതേ പാനിൽ തന്നെ അതേ എണ്ണ തന്നെയാണ്. ഞാൻ അഡീഷണൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അതേ എണ്ണ തന്നെ ചിക്കൻ എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പം അടച്ചു വെച്ചാണ് നമ്മൾ വേവിച്ചത്. ഇനി തുറന്നു വെച്ച് തന്നെ നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പൊ ചിക്കനിലെ വെള്ളം എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. എന്നാലേ ഇത് ഈ വെള്ളമൊക്കെ വറ്റി നല്ല പരുവത്തിന് കിട്ടത്തുള്ളൂ. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉണ്ടാവും. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമ്മുടെ ബിരിയാണിയുടെ ചിക്കൻ എല്ലാം നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിൻ്റെ മേളിലോട്ട് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഇപ്പോൾ 1 ലെയർ ചോറ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 3 ലെയറും സെറ്റ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിന് മേളിലായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ്. മതി. ഓ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം. നമുക്കിതിന് ദം ചെയ്തെടുക്കാം. ആയിട്ട് നല്ല പോലെ അടച്ച് 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ബിരിയാണിയെല്ലാം നല്ല ആവിയെല്ലാം വന്ന് വെന്ത് നല്ല പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇനി വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം.